ശേഷം നടത്തപ്പെടുന്ന വിറകൂട്ടി സമരം പ്രതിഷേധ യോഗത്തിന് സ്വാഗതം എത്തിക്കുന്നതിനായിട്ട് തലയോലപ്പുറം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ കെ ഇ നജീബിനെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാന ഒട്ടിക്ക് വ്യാപാരി സമിതി നടത്തുന്ന അടുപ്പുകൂട്ട് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തലയോലപ്പുറം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അടുപ്പുകൂട്ട് സമരത്തിന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരു ഏരിയ കമ്മിറ്റി അംഗം ഈ അരിക്കുടഞ്ഞനാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ വിനിയോഗം. വ്യാപാരി സമിതി അംഗങ്ങളെ കേരളത്തിലൊട്ടാകെ ഇന്നിവിടെ നജീബ് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുന്നിൽ പാചകവാതകത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി കേരള സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നിരവധിയായ കേന്ദ്രങ്ങളിൽ സമരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തലയോലപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരം ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചെറുകിട കച്ചവടക്കാർ, വ്യാപാരി വ്യവസായി സമിതിയിലുള്ള പ്രിയപ്പെട്ട ചെറുതും വലുതുമായ കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, അവരെല്ലാം തന്നെ തട്ടുകട നടത്തി ഉപജീവനം ചെയ്യുന്നവരുൾപ്പെടെ ഉള്ളവർ വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭമാണ്. അതിന് കാരണക്കാരായ ആൾക്കാരെ നമ്മൾ തേടിപ്പോകുമ്പോഴാണ് നമ്മൾ കാണുന്ന ഈ രാജ്യത്ത് സാമ്രാജ്യത്വത്തിന്റെ പിടിയിൽ അമരുന്ന ചെറു രാജ്യങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളെയും എല്ലാം കശാപ്പ് ചെയ്യുന്ന നയങ്ങളുമായി മുന്നോട്ട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങളെയാണ് നമുക്ക് വിമർശിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ ഉള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഫലമായി കേരളത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്കും വരേണ്ട വാതക പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വാതക കയറ്റി വരുന്ന കപ്പൽ ഉൾപ്പെടെ തടയപ്പെടുകയും അതെല്ലാം നമ്മുടെ തുറമുഖങ്ങളിലേക്ക് വരാത്ത സ്ഥിതിയും ഉണ്ടായി സംജാതമായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അനുദിനം ലക്ഷക്കണക്കിന് ടൺ വാതകം ആവശ്യമായിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ നാം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാർ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ലോക പോലീസ് ചമയുന്നതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് അനിശ്ചിതാവസ്ഥയും കലഹങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളുമെല്ലാം നടക്കുന്നത്. ചെറിയ ചെറിയ രാജ്യങ്ങളെ എണ്ണയുടെ നിക്ഷേപം കണ്ണു നട്ടുകൊണ്ട്, എണ്ണ നിക്ഷേപത്തിൽ കണ്ണു നട്ടുകൊണ്ട്, സമ്പത്തിൽ കണ്ണു നട്ടുകൊണ്ട് ഈ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളെയെല്ലാം വലിയ തരത്തിൽ തമ്മിൽ തല്ലുകയും ആ രാജ്യങ്ങളിലെല്ലാം അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമീപനം നിരന്തരമായി ഈ സാമ്രാജ്യത്വ കഴുകന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് ലോകത്താകെ നടക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത നാളിലാണ് രാജ്യത്തിന്റെ ഭരണാധികാരി വെനിസ്വേലയുടെ പ്രസിഡന്റ് തന്റെ സ്വന്തം രാജ്യത്തിന്റെ അധികാരിയായി, പ്രധാനമന്ത്രിയായി രാജ്യത്തിന്റെ ഭരണാധികാരം കൈയാളി രാജ്യത്ത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നേരം വെളുത്തെണീക്കുമ്പോൾ അത് അമേരിക്കയുടെ തടവറയിലാകുന്ന സ്ഥിതിവിശേഷം ലോകത്ത് സംജാതമാവുകയാണ്. അവിടെയെല്ലാം പറയുന്നത് ആണവായുധം സൂക്ഷിച്ചു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെയെല്ലാം കൽത്തുറങ്കിലടക്കിയതിനു ശേഷം അവരെയെല്ലാം കൊല ചെയ്യുകയും ചെയ്യുന്ന സമീപനം ഈ നാളുകളിലെല്ലാം നാം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇറാഖിന്റെ പ്രധാനമന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി സദാം ഹുസൈനെ കൊന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെയും ആണവായുധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇറാഖിൽ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുന്നതും അവിടെയും 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലുമെല്ലാം ആണവായുധം പ്രയോഗിച്ച് ബോംബ് പൊട്ടിച്ച് എത്രയോ ലക്ഷക്കണക്കിന് പേർ ജനിക്കുന്ന കുട്ടികൾ പോലും അംഗവൈകല്യമുള്ളവരാക്കി നടക്കുന്ന സമീപനമുണ്ടാകുന്നത്. തൽഫലമായിട്ടാണ് ഈ രാജ്യത്ത് ആകെ അനിശ്ചിതാവസ്ഥ. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയുടെ പ്രസിഡന്റ് മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്, എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിനെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും എല്ലാം തന്റെ സഹപാഠിയും സഹചാരിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോളേക്കയിട്ട് ആശ്രയിക്കുന്ന ഈ പ്രധാനമന്ത്രി ഇപ്പൊ എന്തേ മിണ്ടാത്തത്? അമേരിക്ക ഇത്തരം വലിയ കൊള്ള നടത്തുമ്പോൾ ഒരു ചേരിയിലും പെടാത്ത ചേരിചേരാ നയം എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ഇന്ത്യ അവിടെ നിന്നെല്ലാം മാറി വ്യതിചലിച്ചു. നമുക്കറിയാം, നെഹ്റുവും ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൊറാർജി ദേശായും വി പി സിംഗും എല്ലാം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഒരു ചേരിചേരാ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ആ രാജ്യത്ത് കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ആശുപത്രികൾ, ക്യാൻറ്റീനുകൾ
അതുപോലെ തട്ടുകടകൾ, ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം നിശ്ചലമാകുന്ന സ്ഥിതി. ഈ അടുക്കുകൂട്ടൽ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. വ്യാപാര വ്യവസായ സമിതി ഇപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ സമരത്തിന് ഐക്യദാർഢ്യമായി മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ സമരം വ്യാപാരികൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഈ സമരത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും. പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ഇന്ന് കേരളത്തിലാകമാനം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുടെ മുൻപിൽ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടിയുള്ള സമരം നടത്തപ്പെടുകയാണ്. ഈ സമരത്തിൻ്റെ ഇതായിട്ടുള്ള പ്രാധാന്യം ഉദ്ഘാടകനടക്കം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി കേരളത്തിലെ ചെറുകിട വൻകിട കച്ചവടക്കാരുടെ അവരെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഈ കച്ചവടക്കാർ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് വ്യാപാര വ്യവസായ സമിതി. ഇന്ന് കേരളത്തിലെ വ്യാപാര സമൂഹം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ വാണിജ്യ നയം, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതടക്കം, GSTയുടെ അപര്യാപ്തത, അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം അടക്കം നിരവധിയായ കാരണങ്ങൾ ഇന്ന് കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല അടച്ചുപൂട്ടൽ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പാചകവാതകം കിട്ടാത്ത തരത്തിലുള്ള ഇവിടുത്തെ വ്യാപാര മേഖല ആകെ തന്നെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കച്ചവട മേഖല എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഗ്യാസ് കിട്ടാത്ത പാചകവാതകം കിട്ടാത്തതിന്റെ കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഇന്ധന ഇറക്കുമതിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ വിഷയങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ യോഗങ്ങൾ നടത്തി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളും ഈ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകളും പറയുന്നു, മറ്റ് രാജ്യങ്ങളിലെ കാര്യങ്ങൾ പറയാതെ നിങ്ങൾ കേരളത്തിലെയും ഈ നാട്ടിലെയും ഇന്ത്യയിലെയും കാര്യങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ആക്ഷേപിക്കുന്ന ആളുകൾ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അവനവന്റെ വീടിന്റെ അടുപ്പ് കത്തിക്കാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ പ്രതിസന്ധി എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ അടുപ്പ് പുകയാത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കാൽക്കീഴിൽ അടിയുറവെക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റുപറയുന്ന ഈ നാട്ടിലെ ചില ആളുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ പ്രതിരോധ കാണുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങളുടെ വീട് അടുപ്പ് പുകയാതെ വരുന്നുണ്ടെങ്കിൽ നാളെ ഈ രാജ്യം വലിയ പട്ടിണിയിലേക്ക് പോകുവാൻ വേണ്ടി പോവുകയാണ്. ഈ വ്യാപാരികളിൽ നടത്തുന്ന സമരം കേവലം കേരളത്തിലെ വ്യാപാരികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സമരമല്ല. ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ വെല്ലുവിളികൾക്കെതിരെ ഈ വ്യാപാരികളുടെ ഒരു വലിയ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏറ്റവും ആദരവ് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു ഇതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രതിഷേധ സമരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്